നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2025 ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടൊക്കെ വന്നു. തോറ്റ സ്ഥാനാർത്ഥികൾക്ക് സങ്കടവും, ജയിച്ചവരൊക്കെ വലിയ ആവേശത്തിലും വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ UDFന്റെ ഒരു തരംഗം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. പല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനൊക്കെ UDF ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ 6 കോർപ്പറേഷനിൽ ഏതാണ്ട് 4 സ്ഥലത്ത് 5 സ്ഥലത്തോളം ഇപ്പം UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒരു കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടായിരുന്നെങ്കിൽ ആ പാലക്കാട് UDF ഈ പ്രാവശ്യം തിരിച്ചു പിടിച്ചുകൊണ്ട് തലസ്ഥാന നഗരത്ത് ഈ പ്രാവശ്യം താമര വിരിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ത്രിതല പഞ്ചായത്തിൽ പല സ്ഥലങ്ങളിലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല മേഖലകളിലും അത് LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലും UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ആ വോട്ടുകൾ വിള്ളൽ വരുത്തിക്കൊണ്ട് അവിടെയൊക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ ഉറ്റുനോക്കിയിട്ടുള്ളത്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് 2-3 സ്ഥാനാർത്ഥികളുടെ വിജയപരാജയത്തെക്കുറിച്ചായിരിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ലസിത കുണുകുണുണ അമ്മായി അല്ലേ. അമ്മായി 28 വോട്ട് പിടിച്ച് 8 നിലയിൽ പൊട്ടി എന്നുള്ള വാർത്തയാണ് വരുന്നത്. സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. പക്ഷെ അമ്മായി തോറ്റ് അങ്ങോട്ട് പിന്മാറാൻ തയ്യാറായില്ല. ഞാൻ ഇനിയും വർഗീയത പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇവിടെ നാശം ഉണ്ടാക്കുമെന്നാണ് അമ്മായി പറയുന്നത്. തോറ്റതിന് ശേഷം അമ്മായിയുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കുകയും ചെയ്യാം. തൃശ്ശൂർ കോർപ്പറേഷനും കൂടെ ഞാനിങ്ങ് എടുക്കും, പിന്നെ നമ്മുടെ തിരുവനന്തപുരവും ഞാൻ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം എന്തായാലും എടുത്തിട്ടുണ്ട്. കാരണം അത് 2 പാർട്ടികളുടെയും കുഴികാല് വെട്ടൽ കൊണ്ട് തന്നെയാണ് അവിടെ BJPക്ക് ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് അവിടെ ഒരു സാധനം തോറ്റുപോകുമെന്നായിരുന്നു. നമ്മുടെ മുൻ DGP ശ്രീലേഖ IPS മാഡം. എന്തായാലും മാഡം വിജയിച്ചിരിക്കുന്നു. മാഡം കോർപ്പറേഷനിൽ മേയറായിട്ട് വരാനായിട്ടുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും തോറ്റതാണെങ്കിലും നമ്മുടെ അമ്മായി പറയുന്ന ഒന്ന് കേട്ടു നോക്കാം. സത്യം തോറ്റു, മിഥ്യ വിജയിച്ചു. ആഹാഹാഹാ, നല്ലതല്ലേ. കഥയൊക്കെ എഴുതി അങ്ങോട്ട് മുന്നോട്ടിന് പോവാ ഇനി കുറച്ചാൾ. എങ്കിലും സത്യം വിജയിക്കുന്നവരെ പോരാട്ടം തുടരും. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ആണെന്ന് തോന്നുന്നു. ആ പോരാട്ടം ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കും. വോട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തോൽവിയിൽ മനം മടുത്ത് ഒരിക്കലും ഞാൻ വീട്ടിലിരിക്കില്ല. സത്യം പറയുകയാണെങ്കിൽ നാളെ തൊട്ട് അമ്മായി അങ്ങോട്ട് ഇറങ്ങും. ഈ തോപ്പിച്ചവരെ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അമ്മായി പുളിച്ചതും മറച്ചതുമായിട്ടുള്ള തെറികൾ പറയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനിയും പോരാട്ടം തുടരുക തന്നെ ചെയ്യും. വേണം ഇനിയും പോരാട്ടം ഇതിലും ശക്തമായ രീതിയിൽ തുടരണം. അക്കൂട്ടത്തിൽ വർഗീയതയ്ക്ക് യാതൊരുവിധ തരത്തിലുള്ള കുറവും എൻ്റെ അമ്മായി നിങ്ങൾ വരുത്തരുത്. കൂട്ടിമാക്കൂർ എന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. CPM കോട്ടയിൽ തന്നെ മത്സരിക്കാൻ വാശിയുമായിരുന്നു. അപ്പോൾ നമ്മുടെ CPMന്റെ കോട്ടയിൽ നിന്നുകൊണ്ടാണ് അമ്മായി മത്സരിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് മത്സരിച്ച് നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അമ്മായി 8 നിലയിൽ പൊട്ടിയതിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വലിയ രീതിയിൽ തന്നെ ഒരു സന്തോഷം ഉണ്ട്. അത് ആ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള ശ്രീലേഖ മാഡം ഇപ്പോൾ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണാവോ അവിടുത്തെ അവസ്ഥകൾ എന്നറിയില്ല. എന്തായാലും മാഡത്തിനെതിരെ വലിയ ഗുരുതര ആരോപണങ്ങളൊക്കെയാണ് വരുന്നത്. ഇലക്ഷന് മുമ്പ് തന്നെ മാഡം ഒരു സർവേ ഫലമൊക്കെ പുറത്തു വിട്ടായിരുന്നു അല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻതൂക്കം നിൽക്കുന്നത് BJP ആണെന്ന്. അത് ഏകദേശമൊക്കെ ശരിയാകുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ഒരു കോർപ്പറേഷനിൽ UDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റവും അവിടെ നടത്തിയിട്ടുണ്ട്. അവിടെ തകർന്ന് തരിപ്പണമായത് LDF ആണ്. LDFന്റെ പല നയങ്ങളും പല നേതാക്കന്മാരുടെ പ്രസ്താവനകളും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വല്ലാത്ത രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം അതിന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ആ വേട്ടാവളിയനെയും കൊണ്ട് മുഖ്യമന്ത്രി കാറിൽ കറങ്ങിയപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതി എന്നുള്ളതാണ്. കാരണം അത്രയും വർഗീയത ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് അദ്ദേഹം ആക്ഷേപം നടത്തിയിട്ട് പോലും അയാൾക്കെതിരെ ഒരു ചെറിയ നടപടി പോലും എടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ്. മതേതര പ്രസ്ഥാനം എന്ന് പറഞ്ഞു കിടക്കുമ്പോൾ വാക്കിൽ മാത്രം ഒതുങ്ങി നിന്നുപോയി. കാരണം ആ മതേതരത്വം ഇവിടെ കാണിച്ചില്ല എന്നുള്ളത്. എന്നാൽ ആലപ്പുഴ ജില്ലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 53 വാർഡിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടുള്ളൊരു ആധിപത്യം ഇവിടെ UDFന് നേടിയെടുക്കാൻ സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥി പോലും മുനിസിപ്പാലിറ്റിയിൽ ഇല്ലായിരുന്നു മുസ്ലിം ലീഗിന്. ഇത്തവണ 4 സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്നും വിജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ STPIക്ക് ഒരു സീറ്റ് മുനിസിപ്പാലിറ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. PDPക്ക് ഒരു സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഒരു സ്വതന്ത്രൻ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. ജോസ് ചെല്ലപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മംഗലം വാർഡിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യവും സ്വതന്ത്രനായി നിന്ന് വിജയിച്ചു. ഏതായാലും ആലപ്പുഴ ഒരു തൂക്ക് സഭയിലേക്കാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ
തിരുവനന്തപുരത്തിന്റെ മേയർ ആകാൻ പോകുന്ന നമ്മുടെ അമ്മച്ചി പറയുന്നത് എന്താണ് എന്ന് കേട്ടിട്ട് വരാം. വളരെയധികം വളരെ സന്തോഷം, ആഘാതം, വളരെ എക്സൈറ്റ്മെന്റ്, ഒരുപാട് ശുഭപ്രതീക്ഷ. BJP ഭരണം പിടിച്ചിരിക്കുകയാണ് കോർപ്പറേഷനിൽ. ഇനിയിപ്പോ മേയർ സ്ഥാനത്തേക്കൊക്കെ എന്താണ് കാര്യങ്ങൾ എപ്പോഴത്തേക്കുണ്ടാവും തീരുമാനം? അത് പാർട്ടി അധ്യക്ഷനോട് ചോദിക്കണം. എന്താണ്, ആരാണ് മേയർ, എപ്പോഴാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തോട് ചോദിക്കും. ഞാനിപ്പോ കൗൺസിലറായിട്ടിരിക്കുന്ന കാര്യത്തിൽ ഹാപ്പിയാണ്. ഇപ്പോഴത്തെ ഈ ജയം ഞാൻ ആഘോഷിക്കുന്നു. ഇത്രയും ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നതാണോ നമ്മൾ? ആദ്യത്തെ ദിവസം തൊട്ട് പ്രതീക്ഷിച്ചതാണ്. ഈ ഒരു വിജയം ഞാൻ കിട്ടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്റെ ആത്മാർത്ഥത ആളുകൾക്ക് അറിയാം. എന്റെ പോലീസിന്റെ ജോലി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഞാൻ എന്തുമാത്രം സത്യസന്ധമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രചാരണം തുടങ്ങിയപ്പോൾ തൊട്ട് ഇതേവരെ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നതും വളരെയധികം വലുതായിരുന്നു. അതുകൊണ്ട് ഞാനിത് പ്രതീക്ഷിച്ച തന്നെയാണ്. വിവാദങ്ങളൊക്കെ ഒന്നും ഏശിയിട്ടില്ല. ജനങ്ങളത് തള്ളിക്കളഞ്ഞു. എനിക്കതൊന്നും വിവാദങ്ങളാണെന്ന് തോന്നിയിട്ടുമില്ല. കാരണം എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നപ്പോഴും ഇതിലും ഭീകരമായ വിവാദങ്ങൾ എന്നെ തേടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഞാൻ തീ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറയുന്നത് പോലെ ശക്തിയോടുകൂടി നിന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതുപോലെയുള്ള വിവാദങ്ങളൊന്നും എന്നെ അഫക്ട് ചെയ്തിട്ടില്ല. മറ്റു പലരെയും പാർട്ടിയൊക്കെ ഒരു വിധത്തിൽ തളർത്തിയിട്ടുണ്ടാവും എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ഓരോ വിവാദം ഉണ്ടാകുമ്പോഴും അതിന് പരിഹാരം ഞാൻ തന്നെ കണ്ടുകൊണ്ടിരുന്നത്. പാർട്ടിക്ക് അതിൽ ഉത്തരം പറയേണ്ടി വരരുതെന്നുള്ള വാശിയുള്ളതുകൊണ്ട്. പക്ഷെ ഇത് ജനം തള്ളി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു ഇലക്ഷന്റെ വിജയം. ഇത്രയും ഭൂരിപക്ഷം ശാസ്ത്രമംഗലത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് മുമ്പ് കിട്ടിയിട്ടില്ല. ശാസ്തമംഗലം വാർഡിൽ നിന്നുമാണ് നമ്മുടെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് ശ്രീലേഖ മാഡം ഇപ്പൊ വിജയിച്ചിരിക്കുന്നത്. അപ്പൊ മാഡം പറഞ്ഞു കേട്ടല്ലോ, നേരത്തെ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഞാൻ വിജയിക്കുമെന്നുള്ളത്. പ്രചരണങ്ങൾക്കൊന്നും ജനങ്ങൾ ചെവി കൊടുത്തില്ല എന്നുള്ളത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ LDFന്റെയും UDFന്റെയും നെറുവുകേട് കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ, അതായത് തലസ്ഥാന നഗരം BJP പിടിച്ചെടുത്തതെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇവർ തമ്മി തല്ലി ചെളിവാരി എറിഞ്ഞിട്ടാണ് ഈ തിരുവനന്തപുരം ജില്ല ഇപ്പൊ ഇവരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തത്. ഇത് വരാൻ പോകുന്ന നിയമസഭയ്ക്ക് ഒരു ട്രയൽ കൂടിയാണിത്. കാരണം UDF കേരളത്തിൽ മൊത്തത്തിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്നാലും പാലക്കാട് കോർപ്പറേഷൻ BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പാലക്കാട് പല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒറ്റ കക്ഷിയും ഇപ്പൊ BJP തന്നെയാണ്. എന്തായാലും അതാണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും രാഷ്ട്രീയമായിട്ടുള്ള കുത്തിത്തിരിപ്പുകളും ഒക്കെ ആയിട്ട് രാഷ്ട്രീയം തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ മുമ്പ് ഈ പാർട്ടികൾ ശുദ്ധികലശം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രതിപക്ഷമായിട്ട് ഇവിടുത്തെ BJP മുന്നോട്ട് വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP പല സ്ഥലങ്ങളിലും വോട്ട് ഷെയർ കൂട്ടുന്നതും അവരുടെ സ്ഥാനാർത്ഥികളെ കൂട്ടുന്നതും ഒക്കെ. ഏതാണ്ട് 2 മുനിസിപ്പാലിറ്റിയോളം ഇപ്പം നിലവിൽ BJP പിടിച്ചിട്ടുണ്ട്. ഒരു കോർപ്പറേഷൻ, അത് തലസ്ഥാന നഗരത്താണ് അത് പിടിച്ചിരിക്കുന്നത്. അത് ഈ പാർട്ടി ഭരിക്കുന്ന പാർട്ടിക്കും പ്രതിപക്ഷത്തിരുന്ന UDFനും വലിയൊരു ക്ഷീണം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ ലസിത കുണുകുണു അമ്മായി 28 വോട്ട് പിടിച്ച് 8 നിലയിൽ പൊട്ടിയ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.